നമസ്കാരം. അപ്പം നമ്മുടെ വീടിൻ്റെ ഫെൻസിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. 2 ദിവസമായിട്ട് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞു. പിന്നെ ഇത് കണ്ട കുറച്ച് പാലറ്റ് ഇറക്കിയിട്ടതാണ്. ഇറക്കിയിട്ടല്ല, അപ്പുറത്തെ നെയ്ബർ എനിക്ക് തന്നതാണ് കോഴിക്കോട് പണിയാൻ വേണ്ടിയിട്ട്. ജിഞ്ചർ ഒന്ന് സ്ട്രെച്ച് ആവണം. രാവിലെ കാറ്റായതുകൊണ്ട് ഞാൻ അധികം പുറത്ത് വിട്ടില്ലായിരുന്നു. ഇപ്പം ഒന്ന് പുറത്ത് വിട്ടതാണ്. ഡോളറും ഉണ്ട്, പറമ്പിൽ എവിടെയും ഉണ്ട് എൻ്റെ കൂടെ. ഇത് പഴയ ഷർട്ട് ഉണ്ടായിരുന്നു പൊളിച്ചതിൻ്റെ ഇത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് പറമ്പ് ട്രീസൊക്കെ തുടങ്ങുവാണ്. ഇത് ഫിഗ് നിറച്ച് കായ്ച്ച കിടക്കണുണ്ട്. അത്തിപ്പഴമില്ലേ, നിറയെ കായ്ച്ച കിടക്കുവാണ്. പിന്നെ ഇത് ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ കുറച്ച് വെട്ടി ഒതുക്കി നിർത്തിയത്. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ വരണതാണ് ഇതൊക്കെ. കാരണം പറമ്പ് ക്ലീൻ ചെയ്തപ്പോഴേ ഇങ്ങോട്ട് വീണ് കിടന്നിരുന്നതൊക്കെ വെട്ടി കുറച്ച്. ഇത് ഹേസൽ നട്ട്. സ്പ്രിങ് ടൈം ആയാലും ഹേസൽ നട്ട് നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇലയുണ്ട്, അതിൻ്റെ കൂടെ കായും ഉണ്ട്. പിന്നെ ഇവിടെ വീണ്ടും ചെറുനാരങ്ങ തന്നെ. ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് മുളച്ചായിരുന്നു വീട്ടിൽ വെച്ചിട്ട്. അപ്പം അത് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇവിടെ നട്ടിട്ടുണ്ട്. പിടിച്ച് വരണേ ഉള്ളൂ. പിന്നെ ചെറുനാരങ്ങ തന്നെയാണ്. ഇത് കണ്ടത് കാക്ക ഫ്രൂട്ട്, അത് പെർസിമോൺ. അത് നിറച്ച് കായ്ച്ചിട്ടുണ്ട്, ഇലയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു ഫിഗ് ട്രീ. പിന്നെ വാഴല പ്രാവശ്യമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. കുറേ നാളായിട്ട് ആരും ഇല്ലായിരുന്നുകൊണ്ട് ആകെ ഇതായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഹേസൽനട്ട് ഉണ്ട്. വീണ്ടും കുറേ ഹേസൽനട്ടിൻ്റെ ട്രീസ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് കണ്ട്, ഇത് ഹേസൽനട്ട്, ഇത് ഹേസൽനട്ട് കുറേ ആയി. കുറച്ച് വെട്ടി നിർത്തി എന്നിട്ടും ഉണ്ട്. ഇത് നമ്മുടെ മൊസമ്പി കായ്ച്ചേക്കണ കാണിച്ചു തരാം. നിറയെ ഉണ്ട്. ഇത് കണ്ട കായിട്ടേക്കണ കണ്ടോ. അപ്പോൾ ഈ വർഷം ആളുള്ളത് കൊണ്ട് കായ്ക്കും എന്ന് എല്ലാവരും പറയുന്നത്. കായ്ച്ചിട്ടുണ്ട്. ഇതും വീണ്ടും ഹേസൽനട്ട്. ഇത് ചുവന്ന പ്ലംസ്. അതിൽ കായ് പിടിച്ചിട്ടുണ്ട്, പക്ഷെ കാണൂല. കാരണം ഇലയും ചുവപ്പായതുകൊണ്ട് കാണാൻ ഭയങ്കര പാടാണ് അതിൻ്റെ. പിന്നെ ഇത് ആലൂച്ച എന്ന് ഇവിടെ പറയും. വലിയ പ്ലംസാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നിറയെ കായ് പിടിച്ചിട്ടുണ്ട്. വാൾനട്ട് ഞാൻ ഉണങ്ങിപ്പോയിന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ട, ആള് വന്നു കഴിഞ്ഞപ്പോൾ നിറച്ച് വാൾനട്ട് നിറച്ച് കായ്ച്ചു തുടങ്ങി. ഇതൊരു യെല്ലോ പ്ലംസ് ആണ് ഇവിടെ ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു പ്ലംസ് ഉണ്ട്. അത് കുറച്ചൊക്കെ പോയി, പക്ഷെ അതിൽ കുറച്ചേ പിടിച്ചിട്ടുള്ളൂ. പിന്നെ അതെ നമ്മുടെ സബർജെല്ല് അല്ലെ പേരല്ലേ, അത് പിടിച്ചിട്ടുണ്ട്. അത് നിറയെ ഉണ്ട്. നിങ്ങൾക്ക് വെയിലായതുകൊണ്ട് കാണുമെന്നറിയില്ല. നിറച്ച് പൂ പിടിച്ചിട്ടുണ്ട്. മേളിലേക്കൊക്കെ നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഇത് പോയിന്ന് വിചാരിച്ചു. ജോ കുറേയൊക്കെ വെട്ടി നിർത്തി. അപ്പോൾ ഈ മരം പോയിന്ന് അന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കായ് പിടിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം കായ്ച്ചൊക്കെ വന്ന് കഴിയുമ്പോൾ കാണിക്കാം. എന്തേ വേറെ അടുത്ത് നിൽക്കണം. നോക്കി, ഡോളറേ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് ചാടും. അപ്പം കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ അതെ ഇവിടെ ബാക്കിലൊക്കെ ഫെൻസ് കെട്ടി കഴിഞ്ഞു. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് ഫെൻസൊക്കെ ഫുള്ള് കെട്ടി എല്ലാം വൃത്തിയാക്കി. അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ പറമ്പൊക്കെ നന്നായി. വിത്തൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പച്ചക്കറി വിത്തൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അതൊക്കെ ഈസ്റ്റർ ടൈം ആകുമ്പം, ഇവരുടെ ഈസ്റ്റർ ഈ ആഴ്ചയല്ല, അതിൻ്റെ അടുത്ത ആഴ്ചയാണ്. ഈസ്റ്റർ ടൈം ആകുമ്പം എല്ലാം വന്നു തുടങ്ങും. അപ്പോഴേ നമുക്ക് പച്ചക്കറി വിത്തും ചെടികളൊക്കെ കിട്ടി തുടങ്ങുള്ളൂ. അപ്പം ശരി എന്നാൽ ഓക്കെ. ഞാൻ വീണ്ടും ഇത് ഫ്രൂട്ട്സൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വേറെ വീഡിയോ ഇടാവേ.